ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ 2 ഡേ ഒരു വ്ളോഗാക്കിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മളെ വ്ളോഗിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇപ്പൻ്റെ ബർത്ത്ഡേൻ്റെ തലേ ദിവസമാണ്. ഇപ്പൻ്റെ സർപ്രൈസ് പ്രിപ്പറേഷൻ, അതായത് നെക്സ്റ്റ് ഡേ ഇപ്പൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ നൈറ്റ്, അതായത് 12 o'clock നമ്മൾ ഒരു സർപ്രൈസ് കൊടുക്കാനാണ് പ്ലാന്. അതിന് കേക്കൊക്കെ വാങ്ങണം. അങ്ങനെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞ് നമ്മൾ 3 ആളും കൂടിയും ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ് ഗൈസ്. വീട്ടിലേക്കല്ല പക്ഷേ ഞാൻ പോകുന്നത്, എനിക്ക് കേക്ക് സ്റ്റുഡിയോയിൽ പോയി കേക്കൊക്കെ വാങ്ങണം. അങ്ങനെ കേക്ക് സ്റ്റുഡിയോന്ന് വാൻചോ കേക്ക് ആട്ടോ വാങ്ങി. അങ്ങനെ കേക്കും വാങ്ങി, പിന്നെ കുനാഫ ചോക്ലേറ്റ് കണ്ടപ്പോൾ അതും വാങ്ങി. അങ്ങനെ ബസ് വരുന്നതും കാലത്ത് ഞാനും കേക്കും ഇങ്ങനെ ഇരിക്കുകയാണ് ബസ് സ്റ്റോപ്പിൽ. അങ്ങനെ ബസ് വന്ന് ഇനി ബാക്കി വിശേഷങ്ങൾ ഗൈസ് വീട്ടിലെത്തിയിട്ട് കാണാം. പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഗൈസ് ഫ്രഷ് ആവാനല്ല ഞാൻ പോയത്, ഐസ്ക്രീം കഴിക്കാനേനും. എൻ്റെ കസിൻ്റെ വക ഐസ്ക്രീമൊക്കെ കിട്ടീനു. അങ്ങനെ അതൊക്കെ കഴിക്കാമെന്നാണ് എൻ്റെ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ. അവിടെ എത്തിയതിന് ശേഷം ജാക്ക് ഫ്രൂട്ടിൻ്റെ ഫ്ലേവർ ചെയ്യുന്നു കേട്ടോ ഐസ്ക്രീം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ജാക്ക് ഫ്രൂട്ടിൻ്റെ ആ ഫ്ലേവർ നല്ലോണം ഉണ്ടായിരുന്നു. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് തരുന്നു. ഇനി അവിടെ ഫ്രഷ് ആവാം, അതാണ് ഇനി അടുത്ത. അങ്ങനെ 12 മണിക്കാണ് ഗൈസ് പിന്നെ ഞാൻ വ്ളോഗ് എടുക്കുന്നത്. അതായത് ഇപ്പം സർപ്രൈസ് ചെയ്യുന്ന ആ ഒരു ടൈമിന് 12 AM. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഇപ്പോൾ സർപ്രൈസൊക്കെ ആയിട്ടോ. ഇപ്പോൾ തീരെ പ്രതീക്ഷിച്ചില്ലേനു കേക്കൊക്കെ വാങ്ങുന്നൊന്നും. അങ്ങനെ മിഠായി കഴിച്ചുകൊണ്ടാണ് ഞാൻ എവിടേക്ക് പോകുന്നത്, ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നത്. അങ്ങനെ ആദ്യത്തെ ബസ് അങ്ങോട്ട് കയറിയിരിക്കുന്നു. ഇനി അടുത്തത് ഒരു ബസ്സും കൂടി കയറാണ്ട്. അപ്പം എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരുമിച്ചിട്ടാണ് പോക്ക്. അങ്ങനെ ബസ് ഇറങ്ങി. ഇനി വേറെ ഒരാളെയും കൂടി കൂട്ടാണ്ട്, അതായത് നമ്മളെ ചേച്ചിയും ഞാനും പിന്നെ എൻ്റെ വേറെ ഫ്രണ്ടും, നമ്മൾ 3 ആളും കൂടിയാണ് ഇന്നും ഇങ്ങനെ പോകൽ ഒരുമിച്ചിട്ട്. പോകുമ്പോഴായാലും തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴായാലും നമ്മൾ ഒരുമിച്ച്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അതാ ഒരു പഗ് ഇങ്ങനെ നടന്നു പോകുന്ന. അപ്പോൾ അതിന് വീഡിയോ എടുത്ത് അതിനുശേഷം വീണ്ടും വർക്ക് ചെയ്യാനിരിക്കുകയാണ് ഗൈസ്. ഇന്നത്തെ വർക്ക് എന്ന് പറയുമ്പോൾ റിസോർട്ടിൻ്റെ ഡാറ്റ കളക്ഷനാണ്. അതായത് റിസോർട്ടിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കാം. അഡ്രസ്സ്, ഫോൺ നമ്പർ, പിന്നെ നെയിം, ഇതൊക്കെ വെച്ചിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കലാണ്. അങ്ങനെ വർക്കിൻ്റെ ഇടയിൽ നമ്മളൊരു സ്നാക്സ് ബ്രേക്ക് അങ്ങോട്ട് എടുത്ത് ചായ കുടിക്കാൻ. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നത് ബിസ്ക്കറ്റ്, സ്മൈലി ബിസ്ക്കറ്റ് ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ സ്നാക്സ് ഒക്കെ കൊണ്ടുവരുമ്പോൾ എല്ലാവരും ഷെയർ ചെയ്തിട്ടാണ് കഴിക്കില്ല. അപ്പോൾ നമ്മുടെ റൂമിലുള്ള എല്ലാവർക്കും നമ്മളിങ്ങനെ കൊടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ നമ്മൾ സ്നാക്ക് ടൈം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വർക്കിലേക്ക് കടന്നു ഗൈസ്. അപ്പോൾ എല്ലാവരും ഓരോരുത്തരെ പണിയിലാണ് ഗൈസ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബ്രേക്ക് എത്തി ഗൈസ്, ലഞ്ച് ബ്രേക്ക്. ഞാൻ കൊണ്ടുവന്നത് നല്ല അടിപൊളി ചെമ്മീൻ ഫ്രൈയും ചോറും. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഫുഡ് കഴിച്ചല്ലേ, അപ്പോൾ കുറച്ച് റെസ്റ്റൊക്കെ എടുക്കണ്ടേ. അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ, അങ്ങനെ റെസ്റ്റൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ നമ്മളൊരു സിനിമയും കണ്ട്. ഒരു ഹൊറർ മൂവിയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ചെറിയൊരു ബ്രേക്കിലൊരു സിനിമ മൊത്തം കണ്ടു തീർത്തോന്ന്? ഇല്ല ഗൈസ്, നമ്മളിത് ഓരോ ബ്രേക്ക് കിട്ടുന്നു, ചെറിയൊരു ഇത് കിട്ടുന്നതനുസരിച്ച് നമ്മൾ സിനിമ കണ്ട് തീർക്കുന്നു. അതാണ് എന്നുള്ള പരിപാടി എന്ന് പറയുമ്പോൾ. വർക്ക് ചെയ്യുക, ബ്രേക്ക് എടുക്കുക, പിന്നെ ഫുഡ് കഴിക്കുക, വീണ്ടും വർക്ക് ചെയ്യുക. ഇതാണ് നമ്മളൊരു പാറ്റേൺ. അങ്ങനെ വർക്ക് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. നല്ല വെയിലാണ്, എന്നും നല്ല വെയിലാണ്. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഭയങ്കര സീനാണ്. അപ്പോൾ കുടയെ പിടിച്ചിട്ടൊക്കെയാണ് പോക്ക്. അങ്ങനെ അടുത്ത ബസ് കയറാൻ ഇങ്ങനെ നടക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.